പരിശുദ്ധാത്മാവിൻ്റെ വ്യക്തിത്വം എന്ന പ്രഭാഷണത്തിൻ്റെ 2ാം ഭാഗം. ഇപ്പോൾ 2ാമത്തെ പോയിന്റിലേക്ക്, നമ്മുടെ രക്ഷയിൽ പ്രവർത്തിച്ച 3 ആളത്വങ്ങളുടെയും ഐക്യമായുള്ള പ്രവർത്തനത്തെക്കുറിച്ച്. ഈ വചനം നോക്കൂ. നിങ്ങൾക്ക് 3 വ്യക്തികളെയും അവിടെ പറഞ്ഞിരിക്കുന്നതായി കാണാം. ഞാൻ, അതായത് പുത്രൻ, പിതാവിനോട് ചോദിക്കും. അവൻ സത്യത്തിൻ്റെ ആത്മാവ് എന്ന മറ്റൊരു കാര്യസ്ഥനെ എന്നേക്കും നിങ്ങളോട് കൂടെ ഇരിക്കേണ്ടതിന് നിങ്ങൾക്ക് തരും. ഇവിടെ 3 വ്യക്തികളെയും പരാമർശിക്കുന്നുണ്ട്. എല്ലാവരും നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്നു. ഞാൻ പ്രാർത്ഥിക്കും, പുത്രൻ പറയുന്നു. ഞാൻ അയക്കും, പിതാവ് പറയുന്നു. ഞാൻ ആശ്വസിപ്പിക്കും, പരിശുദ്ധാത്മാവ് പറയുന്നു. തിരഞ്ഞെടുക്കപ്പെട്ടവരുടെ രക്ഷ എന്ന മഹത്തായ ഉദ്ദേശത്തിൽ 3 വ്യക്തികളുടെയും ഐക്യത എന്ന അതിശയകരമായ വിഷയത്തെക്കുറിച്ച് കുറച്ച് നിമിഷങ്ങൾ ചിന്തിക്കാം. ദൈവം ആദാമിനെ സൃഷ്ടിക്കുമ്പോൾ പറഞ്ഞത് ഓർത്തു നോക്കൂ. നമുക്ക് മനുഷ്യനെ സൃഷ്ടിക്കാം. അവൻ പറഞ്ഞത് ഞാൻ മനുഷ്യനെ സൃഷ്ടിക്കും എന്നല്ല, മറിച്ച് നാം നമ്മുടെ സ്വരൂപത്തിൽ നമ്മുടെ സാദൃശ്യപ്രകാരം മനുഷ്യനെ ഉണ്ടാക്കുക എന്നതായിരുന്നു. എലോഹിം തമ്മിൽ പറഞ്ഞു, നമുക്ക് ഒരുമിച്ച് മനുഷ്യൻ്റെ സൃഷ്ടാക്കളാകാം. അങ്ങനെ തന്നെ കാലങ്ങൾക്ക് മുമ്പേ അനാദിയിൽ അവർ പറഞ്ഞു, നമുക്ക് മനുഷ്യരെ രക്ഷിക്കാം. അത് പിതാവ് ഞാൻ മനുഷ്യരെ രക്ഷിക്കും എന്ന് പറഞ്ഞില്ല, മറിച്ച് 3 വ്യക്തികളും ഒരുമിച്ച് ഏക മനസ്സോടെ നമുക്ക് മനുഷ്യരെ രക്ഷിക്കാം എന്ന് പറഞ്ഞു. ഇത് എന്നിൽ അതീവ ആശ്വാസം നൽകുന്നു. എൻ്റെ രക്ഷയ്ക്ക് വേണ്ടി ഒരു വ്യക്തി മാത്രം വ്യാപൃതനായിരുന്നില്ല. ദൈവത്വത്തിലെ ഒരൊറ്റ വ്യക്തി എന്നെ വീണ്ടെടുക്കുമെന്ന് തീരുമാനിച്ചതല്ല, മറിച്ച് ദൈവസഹജമായ മഹിമയുള്ള 3 പേരും ഒരുമിച്ച് പ്രഖ്യാപിക്കുന്നു, നാം മനുഷ്യരെ രക്ഷിക്കും. ഇപ്പോൾ ശ്രദ്ധിക്കൂ, ഓരോ വ്യക്തിയും തികച്ചും വ്യത്യസ്തമായ ദൗത്യം ചെയ്യുന്നതായി പറഞ്ഞിരിക്കുന്നു. ഞാൻ പ്രാർത്ഥിക്കും, പുത്രൻ പറയുന്നു, അതായത് മധ്യസ്ഥത. ഞാൻ അയക്കും, പിതാവ് പറയുന്നു, അതായത് ദാനം ചെയ്യുന്നു. ഞാൻ ആശ്വസിപ്പിക്കും, പരിശുദ്ധാത്മാവ് പറയുന്നു, അതാണ് പ്രകൃത്യാതീതമായ സ്വാധീനം. നമുക്ക് ദൈവത്വത്തിലെ 3 വ്യക്തികളെയും കാണാൻ കഴിയുമെങ്കിൽ നമുക്ക് കാണുവാൻ സാധിക്കുമായിരുന്നു, ഒരാൾ സിംഹാസനത്തിന് മുമ്പിൽ കൈകൾ നീട്ടി നിന്ന് പകലും രാത്രിയും വിളിച്ചു പറയുന്നത്, കർത്താവേ എത്രയും വേഗം. നമുക്ക് കാണുവാനാകുമായിരുന്നു ഇസ്രായേലിൻ്റെ 12 ഗോത്രങ്ങളുടെ പേരുകൾ എഴുതപ്പെട്ടിരുന്ന വിലപ്പെട്ട കല്ലുകളായ ഉറീമും തുമ്മീമും ധരിച്ച ഒരാൾ. നാം അവനെ പിതാവിനോട് ഇങ്ങനെ പറയുന്നതായി കാണും, അങ്ങയുടെ വാഗ്ദാനങ്ങളെ മറക്കരുത്, അങ്ങയുടെ നിയമം മറക്കരുത്. താൻ നമ്മുടെ മധ്യസ്ഥനാകിയാൽ നമ്മുടെ വേദനകൾ അവതരിപ്പിക്കുന്നതും നമുക്ക് പകരം നമ്മുടെ ദുഃഖങ്ങൾ പറയുന്നതും നാം കാണും. പിതാവിനെ നാം കണ്ടിരുന്നുവെങ്കിൽ പുത്രൻ്റെ മധ്യസ്ഥതയ്ക്ക് ഒന്നിനും താല്പര്യമില്ലാത്ത പ്രേക്ഷകനായി നിൽക്കുന്ന കാഴ്ച കാണുകയില്ല. മറിച്ച് ഓരോ വാക്കിനും ശ്രദ്ധയോടെ ചെവി കൊടുത്ത് യേശുവിൻ്റെ എല്ലാ അപേക്ഷകളും അംഗീകരിക്കുന്നതായി കാണുമായിരുന്നു. അതേസമയം പരിശുദ്ധാത്മാവ് എവിടെയായിരിക്കും? അദ്ദേഹം വെറുതെ ഇരിക്കുകയാണെന്ന് വിചാരിക്കരുത്. അവൻ ഭൂമിയിൽ സഞ്ചരിക്കുകയാണ്. ഒരു ക്ഷീണിച്ച ആത്മാവിനെ കണ്ടാൽ പറയും, യേശുവിൻ്റെ അടുത്തേക്ക് വരൂ, അവൻ നിങ്ങൾക്ക് വിശ്രാമം നൽകും. കണ്ണുനീർ നിറഞ്ഞ ഒരു കണ്ണ് കണ്ടാൽ അവൻ ആ കണ്ണുനീർ തുടച്ച് ദുഃഖിതനോട് പറയുന്നു, ക്രൂശിലേക്ക് ആശ്വാസത്തിനായി നോക്കുവിൻ. അതുപോലെ പ്രശ്നത്തിലകപ്പെട്ട വിശ്വാസിയെ കണ്ടാൽ അവൻ അവൻ്റെ ആത്മാവിൻ്റെ ഭുജം പിടിച്ച് ആശ്വാസത്തിൻ്റെ വാക്കുകൾ പറയും. മനം തകർന്നവരെ സൗഖ്യമാക്കുകയും അവരുടെ മുറിവുകൾ കെട്ടുകയും ചെയ്യുന്നു. അവൻ സദാസമയം എല്ലായിടത്തും തൻ്റെ സാന്നിധ്യത്താൽ ദയയുടെ ശുശ്രൂഷ ചെയ്യുന്നു. 3 വ്യക്തികളും ഒരുമിച്ചാണ് പ്രവർത്തിക്കുന്നത് എന്ന് നമുക്ക് കാണാം. അതിനാൽ പറയരുത്, ഞാൻ പുത്രനോട് നന്ദിയുള്ളവനാണ്. അത് തീർച്ചയായും വേണ്ടിയതാണെങ്കിലും പിതാവായ ദൈവത്തേക്കാൾ കൂടുതൽ ദൈവപുത്രൻ നിങ്ങളെ രക്ഷിക്കുന്നില്ല. പിതാവായ ദൈവത്തെ ഒരു ഭീകരനായ ഭരണാധികാരി ആയതുകൊണ്ട് അവനെ കരുണയുള്ളവനാക്കുവാൻ പുത്രൻ മരിക്കേണ്ടി വന്നതാണെന്ന് വിചാരിക്കരുത്. അത് പിതാവിൻ്റെ സ്നേഹം തൻ്റെ ജനങ്ങളിലേക്ക് ഒഴുകുവാൻ സഹായിക്കുവാനായിരുന്നുവോ? അല്ല, ഒരുത്തൻ മറ്റൊരുത്തവനേക്കാൾ കൂടുതൽ സ്നേഹിക്കുന്നില്ല. 3 പേരും ഒരുമിച്ചാണ് തിരഞ്ഞെടുക്കപ്പെട്ടവരെ നരകത്തിൽ നിന്ന് രക്ഷിക്കുവാനുള്ള മഹത്തായ ഉദ്ദേശത്തിൽ പങ്കാളികളായത്. എന്നാൽ ഈ വചനത്തിൽ നിങ്ങൾ മറ്റൊരു കാര്യം കൂടി ശ്രദ്ധിക്കണം. അത് തൃത്വത്തിൻ്റെ അനുഗ്രഹീതമായ ഐക്യത്തെ കാണിക്കുന്നു. ഒരാൾ മറ്റൊരാളോട് വാഗ്ദാനം ചെയ്യുന്നു. പുത്രൻ പറയുന്നു, ഞാൻ പിതാവിനോട് പ്രാർത്ഥിക്കും. ശരി, ശിഷ്യന്മാർ പറഞ്ഞിരിക്കാം, നിന്നെ ഞങ്ങൾ വിശ്വസിക്കുന്നു, അവൻ നിങ്ങൾക്കായി അയക്കും. ഇവിടെ പുത്രൻ പിതാവിൻ്റെ പേരിൽ ഒരു ഉടമ്പടി രേഖപ്പെടുത്തുന്നതായാണ് നിങ്ങൾ കാണുന്നത്. മറ്റൊരു കാര്യസ്ഥനെ എന്നേക്കും നിങ്ങളോട് കൂടെ ഇരിക്കേണ്ടതിന് നിങ്ങൾക്ക് തരും. വിശുദ്ധാത്മാവിൻ്റെ പേരിലും ഒരു ഉടമ്പടിയുണ്ട്. അവൻ എന്നേക്കും നിങ്ങളോട് കൂടെ ഇരിക്കേണ്ടതിന് നിങ്ങൾക്ക് തരും. ഒരാൾ മറ്റൊരാളിൻ്റെ പേരിൽ സംസാരിക്കുന്നു. അവരുടെ ഇടയിൽ യാതൊരുവിധ ഭിന്നഭിപ്രായം ഇല്ലെങ്കിൽ മാത്രമേ ഇത് സാധിക്കുകയുള്ളൂ.
ഒരാൾ രക്ഷിക്കുവാൻ ആഗ്രഹിക്കുകയും മറ്റൊരാൾ ആഗ്രഹിക്കാതിരിക്കുകയും ചെയ്തിരുന്നുവെങ്കിൽ അവർ ഒരാളിൻ്റെ പേരിൽ മറ്റൊരാൾക്ക് വാഗ്ദാനം ചെയ്യുവാൻ കഴിയുകയില്ല. പക്ഷേ പുത്രൻ പറയുന്നത് എന്തു തന്നെയായാലും പിതാവ് കേൾക്കുന്നു. പിതാവ് വാഗ്ദാനം ചെയ്യുന്നതെല്ലാം പരിശുദ്ധാത്മാവ് ചെയ്യുന്നു. പരിശുദ്ധാത്മാവ് ആത്മാവിൽ ചെയ്യുന്ന പക്ഷപാതം പിതാവായ ദൈവം നിറവേറ്റുന്നു. അങ്ങനെ ഇവിടെ 3 പേരും പരസ്പരം ഒരുപോലെ മറ്റൊരാൾക്കായി വാഗ്ദാനം ചെയ്യുന്നു. 3 പേരും ഒപ്പുവെച്ച ഒരു ഉടമ്പടി. പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ്. 3 മാറ്റങ്ങളില്ലാത്ത കാര്യങ്ങളാൽ ക്രിസ്ത്യാനി മരണത്തിനും നരകത്തിനും തൊടാൻ കഴിയാത്തത്ര ഭദ്രമാകുന്നു. തൃത്വം ഭദ്രമാക്കുന്നു. കാരണം ദൈവം ത്രിയേക ദൈവമാണ്. നമ്മുടെ 3ാമത്തെ പോയിന്റ് വിശ്വാസികളിലുള്ള പരിശുദ്ധാത്മാവിൻ്റെ വാസസ്ഥലം എന്നതാണ്. ഇപ്പോൾ പ്രിയരെ, ഈ ആദ്യ 2 കാര്യങ്ങൾ സ്പഷ്ടമായ ഉപദേശങ്ങളായിരുന്നു. പക്ഷേ ഇത് അനുഭവത്തിൻ്റെ വിഷയമാകുന്നു. വിശ്വാസികളിലുള്ള പരിശുദ്ധാത്മാവിൻ്റെ വാസം എന്നത് എത്രത്തോളം ഗഹനമായ വിഷയമായതിനാൽ ഉള്ളിലെ മനുഷ്യനെ സംബന്ധിച്ചതായതുകൊണ്ട് ദൈവം പഠിപ്പിച്ചില്ലെങ്കിൽ ഞാൻ പറയുന്നത് എന്താണെന്ന് ആർക്കും സത്യസന്ധമായി മനസ്സിലാക്കുവാൻ കഴിയുകയില്ല. ഒരു വൃദ്ധനായ ശുശ്രൂഷകനെക്കുറിച്ച് ഞാൻ കേട്ടിട്ടുണ്ട്. അദ്ദേഹം കേംബ്രിഡ്ജിലെ ഒരു കോളേജിലെ അധ്യാപകനോട് പറഞ്ഞു, ഞാൻ ജീവിതകാലം മുഴുവൻ പഠിക്കാത്ത ഒരു ഭാഷ എനിക്ക് മനസ്സിലാക്കുവാൻ പറ്റുന്നുണ്ട്. എനിക്ക് പറ്റില്ല. അദ്ദേഹം മറുപടി പറഞ്ഞു, എനിക്ക് ഗ്രീക്ക് അറിയില്ല, ലാറ്റിൻ അറിയില്ല, പക്ഷേ ദൈവത്തിന് സ്തുതി, കനാനിൻ്റെ ഭാഷ എനിക്ക് സംസാരിക്കാം. നിങ്ങളെക്കാൾ കൂടുതൽ എനിക്കതിന് കഴിയും. അതിനാൽ പ്രിയരെ, ഞാനിപ്പോൾ കനാനിൻ്റെ ഭാഷയിൽ കുറച്ച് സംസാരിക്കേണ്ടി വരും. നിങ്ങൾക്ക് എന്നെ മനസ്സിലാക്കുവാൻ കഴിയുന്നില്ലെങ്കിൽ അതിന് കാരണം നിങ്ങൾ ഇസ്രായേലിൻ്റെ സന്തതിയല്ല, നിങ്ങൾ ദൈവത്തിൻ്റെ മകനോ സ്വർഗരാജ്യത്തിൻ്റെ അവകാശിയോ അല്ല എന്നതുകൊണ്ടാണ്. ഈ വചനത്തിൽ നമ്മളോട് പറയുന്നു, യേശു ആശ്വാസകനായ പരിശുദ്ധാത്മാവിനെ അയക്കും. അവൻ വിശുദ്ധരിൽ എന്നേക്കും ഇരിക്കും. അവരുടെ കൂടെ വസിക്കുകയും അവരിലായിരിക്കുകയും ചെയ്യും. രക്തസാക്ഷിയായ ഇഗ്നേഷ്യസ് പിതാവ് തൻ്റെ പേരായി തിയോഫൊറോസ് അഥവാ ദൈവത്തെ വഹിക്കുന്നവൻ എന്ന് വിളിച്ചിരുന്നു. കാരണം അദ്ദേഹം പറഞ്ഞത്, ഞാൻ എപ്പോഴും എൻ്റെ കൂടെ പരിശുദ്ധാത്മാവിനെ വഹിക്കുന്നു. യഥാർത്ഥത്തിൽ ഓരോ ക്രിസ്ത്യാനിയും ദൈവത്തെ വഹിക്കുന്നവനാണ്. നിങ്ങൾ അറിയുന്നില്ലയോ നിങ്ങളുടെ പരിശുദ്ധാത്മാവിൻ്റെ മന്ദിരങ്ങളാണ് എന്ന്? കാരണം അവൻ നിങ്ങളുടെ ഉള്ളിൽ വസിക്കുന്നു. പരിശുദ്ധാത്മാവ് വസിക്കുന്നില്ലാത്തവൻ യാതൊരു വിധത്തിലും ക്രിസ്ത്യാനിയല്ല. അവൻ നല്ലവണ്ണം സംസാരിക്കുന്നുണ്ടാകാം, ദൈവശാസ്ത്രം മനസ്സിലാക്കുവാൻ കഴിയുമായിരിക്കും, നല്ല കാൽവിനിസ്റ്റ് ആയിരിക്കാം, അവൻ ഈ ലോകത്തിൻ്റെ മാന്യതയുള്ള മകനാകും, പക്ഷേ ജീവനുള്ള ദൈവമകനല്ല. അവൻ വളരെ വിപുലമായ ബുദ്ധിശക്തിയുള്ളവനായിരിക്കാം, ഉത്കൃഷ്ടനും വിശാലമായ മനസ്സുള്ളവനും ഉന്നതമായ കൽപ്പനാശേഷിയുള്ളവനുമായിരിക്കാം. അവൻ പ്രകൃതിയിലെ എല്ലാ രഹസ്യങ്ങളിലേക്കും പ്രവേശിച്ചിരിക്കാം. കഴുകൻ്റെ കണ്ണ് കാണാത്ത പാതകൾ അവൻ കണ്ടെത്തിയിട്ടുണ്ടാകാം. മനുഷ്യബുദ്ധിയുടെ പരിധി അതിക്രമിക്കുന്ന ആഴങ്ങളിൽ കടന്നുപോയിരിക്കാം. എന്നാലും അവൻ്റെ എല്ലാ അറിവും വെച്ച് അവൻ ക്രിസ്ത്യാനിയായിരിക്കുകയില്ല. അവൻ്റെ എല്ലാ പരിവേഷണം കൊണ്ട് അവന് ദൈവത്തിൻ്റെ മകനാകുവാൻ സാധിക്കുകയില്ല. പരിശുദ്ധാത്മാവ് തൻ്റെ ഉള്ളിൽ വസിക്കുന്നതും എന്നേക്കും ഇരിക്കുന്നതും എന്താണെന്ന് മനസ്സിലാക്കുവാൻ ആയെങ്കിൽ മാത്രമേ ഇത് സാധിക്കുകയുള്ളൂ. ചിലർ ഇതിനെ തീവ്രത എന്ന് വിളിക്കും. അവർ പറയുന്നു, നിങ്ങൾ ക്വക്കറാണല്ലോ, ജോർജ് ഫോക്സിനെ പിന്തുടരാത്തത് എന്താണ്? നാം അതിനെയൊന്നും കൂടുതലായി പരിഗണിക്കേണ്ടതില്ല. പരിശുദ്ധാത്മാവിനെ പിന്തുടരുന്ന ആരെയും പിന്തുടരുവാൻ നമുക്ക് താല്പര്യമുണ്ട്. അവനും തൻ്റെ പല വിചിത്രമായ കാര്യങ്ങളോട് കൂടെ തന്നെ നിരവധി സാഹചര്യങ്ങളിൽ ഞാൻ വിചാരിക്കുന്നത് അവൻ പരിശുദ്ധാത്മാവിനാൽ പ്രചോദിതനായിരുന്നു എന്നാണ്. ഞാൻ ദൈവാത്മാവുള്ള ഒരാളെ കണ്ടാൽ എൻ്റെ ഉള്ളിലെ ആത്മാവ് അവനിലുള്ള ആത്മാവിനെ കണ്ടറിയുന്നു. അവനും ഞാനും ഒന്നാണെന്ന് അവൻ അറിയുന്നു. ഒരു ക്രിസ്ത്യാനിയിലുള്ള ദൈവാത്മാവ് മറ്റൊരു ക്രിസ്ത്യാനിയിലുള്ള ആത്മാവിനെ തിരിച്ചറിയുന്നു. ഒരു നല്ല മനുഷ്യനുമായി നല്ലവനാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ ഒരിക്കൽ സംഭാഷിച്ചിരുന്നു. അവൻ വാദിച്ചത് നമുക്ക് നമ്മുടെ ഉള്ളിൽ പരിശുദ്ധാത്മാവ് ഉണ്ടോ ഇല്ലയോ എന്ന് അറിയുവാൻ കഴിയില്ലെന്നാണ്. അവൻ ഇപ്പോൾ ഇവിടെ ഉണ്ടായിരുന്നുവെങ്കിൽ എനിക്ക് സന്തോഷമുണ്ടാകുമായിരുന്നു. കാരണം ഞാൻ അദ്ദേഹത്തിന് ഈ വാക്യം വായിച്ച് കേൾപ്പിക്കുമായിരുന്നു. എന്നാൽ അവൻ നിങ്ങളോട് കൂടെ വസിക്കുകയും നിങ്ങളിലിരിക്കുകയും ചെയ്യുന്നതുകൊണ്ട് അവനെ നിങ്ങൾ അറിയുന്നു. ആഹാ, നിങ്ങൾ ആത്മാവുണ്ടോ ഇല്ലയോ എന്ന് തിരിച്ചറിയുവാനാകില്ല എന്ന് നിങ്ങൾ കരുതുന്നത്? ഞാൻ ജീവിച്ചിരിക്കുന്നോ ഇല്ലയോ എന്നത് തിരിച്ചറിയുവാൻ കഴിയുകയില്ലേ? എനിക്ക് വൈദ്യുതാഘാതം അനുഭവപ്പെട്ടാൽ തന്നെ അതറിയുകയില്ലേ? അത് അറിയാമല്ലേ? അറിയാം. കാരണം ആ ആഘാതം ഞാൻ നിൽക്കുന്നത് എവിടെയാണ് എന്ന് അറിയുവാൻ പോരാവുന്നത്ര ശക്തമായിരിക്കും. അതുപോലെ ദൈവം എന്നിൽ വസിച്ചിരിക്കുന്നുവെങ്കിൽ
ദൈവത്വം എൻ്റെ ഉള്ളിൽ കൂടാരമാക്കി വെച്ചിരിക്കുന്നുവെങ്കിൽ പരിശുദ്ധാത്മാവായ ദൈവം എൻ്റെ ഹൃദയത്തിൽ വിശ്രമിച്ച് എൻ്റെ ശരീരത്തെ ദേവാലയമാക്കി ഇരിക്കുകയാണെങ്കിൽ ഞാൻ അത് അറിയാതിരിക്കുമെന്ന് നിങ്ങൾ കരുതുന്നുവോ? നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ അതിനെ ഉന്മാദമെന്ന് വിളിക്കാം. എന്നിരുന്നാലും നമ്മിൽ ചിലർക്ക് എല്ലാ സമയത്തും അല്ലെങ്കിൽ പൊതുവെ പരിശുദ്ധാത്മാവിൻ്റെ സ്വാധീനത്തിൽ ജീവിക്കുന്നതിൻ്റെ അനുഭവമുണ്ട് എന്ന് വിശ്വസിക്കുകയാണ് ഞാൻ. എല്ലായ്പ്പോഴും എന്ന് ഒരർത്ഥത്തിൽ, പൊതുവായി എന്നത് മറ്റൊരർത്ഥത്തിൽ. നമുക്ക് ബുദ്ധിമുട്ടുകൾ വരുമ്പോൾ നാം പരിശുദ്ധാത്മാവിനോട് മാർഗനിർദ്ദേശം ചോദിക്കുന്നു. പരിശുദ്ധ ഗ്രന്ഥത്തിലെ ചില ഭാഗങ്ങൾ മനസ്സിലാകാതെ വരുമ്പോൾ ദൈവമായ പരിശുദ്ധാത്മാവിൻ്റെ വെളിച്ചം തേടുന്നു. നമുക്ക് നിരാശ അനുഭവപ്പെടുമ്പോൾ പരിശുദ്ധാത്മാവ് നമ്മെ ആശ്വസിപ്പിക്കുന്നു. പരിശുദ്ധാത്മാവിൻ്റെ വാസം മൂലമുള്ള അത്ഭുതകരമായ ശക്തി എത്ര വലിയതാണെന്ന് നിങ്ങൾക്ക് പറയുവാൻ കഴിയുകയില്ല. വിശ്വാസിയെ വിലക്കപ്പെട്ടത് സ്പർശിക്കാതിരിക്കേണ്ടതിന് അവൻ്റെ കയ്യെ പിറകോട്ട് വലിപ്പിക്കുന്നു. അവൻ തൻ്റെ കണ്ണുകളുമായി നിയമം ചെയ്യേണ്ടതിന് അവനെ പ്രചോദിപ്പിക്കുന്നു. അവൻ്റെ കാലുകൾ വഴുവഴുപ്പിൽ ഇടറാതെ നടത്തുകയും അവൻ്റെ ഹൃദയത്തെ നിയന്ത്രിച്ച് പരീക്ഷയിലേക്ക് വീഴാതെ സൂക്ഷിക്കുകയും ചെയ്യുന്നു. പരിശുദ്ധാത്മാവിൻ്റെ വാസത്തെക്കുറിച്ച് ഒന്നും അറിയാത്തവരെ, അതിനെ അവഹേളിക്കരുത്. പരിശുദ്ധാത്മാവിനെ അവഹേളിക്കരുത്, കാരണം അത് ക്ഷമിക്കപ്പെടാത്ത പാപമാണ്. മനുഷ്യപുത്രനെതിരെ വാക്ക് പറയുന്നവന് ക്ഷമിക്കപ്പെടും, എന്നാൽ പരിശുദ്ധാത്മാവിനെതിരെ സംസാരിക്കുന്നവന് ഈ ലോകത്തും വരുവാനിരിക്കുന്ന ലോകത്തും ക്ഷമിക്കപ്പെടുകയില്ല. ദൈവവചനം അങ്ങനെയാണ് പറയുന്നത്. അതുകൊണ്ട് നടുങ്ങുവിൻ. പരിശുദ്ധാത്മാവിൻ്റെ സ്വാധീനങ്ങളെ നിങ്ങൾ ഏതെങ്കിലും വിധത്തിൽ അവഹേളിക്കാതിരിക്കണം. ഈ വിഷയത്തോടൊപ്പം എന്നെ സന്തോഷിപ്പിക്കുന്ന ഒരു ചെറിയ വാക്കുകൂടിയുണ്ട് ഇതിൽ. അതാണ് എന്നേക്കും. ഞാനത് ഒഴിവാക്കില്ല എന്ന് നിങ്ങൾക്കറിയാം. ഞാനത് ശ്രദ്ധിക്കാതെ വിടുകയില്ല എന്ന് നിങ്ങൾക്ക് ഉറപ്പായിരിക്കും. എന്നേക്കുമായി നിങ്ങളോടുകൂടെ ഇരിക്കും. എൻ്റെ പ്രസംഗം പൂർത്തിയാക്കുവാൻ ഒരു അർമേനിയനെ ഇവിടെ ലഭിച്ചിരുന്നുവെങ്കിൽ എന്ന് ഞാൻ ആശിക്കുന്നു. അവൻ ഈ വാക്ക് എടുക്കുന്നത് രസമായിരിക്കും. അവൻ പറയും എന്നേക്കും. അവൻ ഇടറുകയും തളരുകയും ചെയ്യും, കാരണം അത് മുഴുവൻ ഒരേ സമയം പറയുവാൻ അവനാകെയില്ല. അവസാനം അവൻ അതിനെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ട് പറയേണ്ടി വരും. തർജിമ തെറ്റാണെന്ന് തോന്നുന്നു. പിന്നെ ദയനീയമായ ആ മനുഷ്യൻ ഒറിജിനലും തെറ്റാണെന്ന് തെളിയിക്കേണ്ടി വരുമല്ലോ. എന്നാൽ ദൈവത്തിന് സ്തോത്രം, നമുക്ക് വായിക്കുവാൻ കഴിയും. അവൻ നിങ്ങളോട് കൂടെ എന്നേക്കും ഇരിക്കും. എനിക്ക് പരിശുദ്ധാത്മാവിനെ ഒരിക്കൽ നൽകിയാൽ പിന്നെ എന്നേക്കും എന്നത് കഴിഞ്ഞു പോകുന്നത് വരെ, നിത്യകാലം തൻ്റെ നിത്യചക്രം മുഴുവൻ കറങ്ങിത്തീരുന്നത് വരെ എനിക്ക് അവനെ നഷ്ടപ്പെടുകയില്ല. നാലാമതായി, ഇപ്പോൾ ലോകം പരിശുദ്ധാത്മാവിനെ എന്തുകൊണ്ട് തള്ളിക്കളയുന്നു എന്നതിനെക്കുറിച്ച് ചില വാക്കുകളിൽ പറഞ്ഞ് നമുക്ക് അവസാനിപ്പിക്കാം. ഇവിടെ പറഞ്ഞിരിക്കുന്നത്, ഈ സത്യത്തിൻ്റെ ആത്മാവിനെ ലോകം കാണുകയോ അറിയുകയോ ചെയ്യുകയാൽ അതിന് അവന് ലഭിപ്പാൻ കഴിയുകയില്ല. ലോകമെന്ന് ദൈവവചനം പറയുമ്പോൾ എന്താണെന്ന് നിങ്ങൾക്കറിയാം. ദൈവം തൻ്റെ അത്ഭുതകരമായ പരമാധികാരത്തിൽ തിരഞ്ഞെടുത്തവരെ മാറ്റിക്കഴിഞ്ഞപ്പോൾ അവശേഷിച്ചവർ. ദൈവത്തിൻ്റെ അത്ഭുതകരമായ നിർണയത്തിൽ നിന്ന് പിറകിൽ വീണവർ. അവരെയാണ് ഇത് സൂചിപ്പിക്കുന്നത്. ഇത് ഏതെങ്കിലും തീരുമാനത്തിൻ്റെ പുറത്ത് നാശത്തിന് വിധിക്കപ്പെട്ടവരല്ല. അവർ ദൈവം തൻ്റെ തിരഞ്ഞെടുത്തവരെ തിരഞ്ഞെടുത്തപ്പോൾ വിട്ടുകളഞ്ഞവരാണ്. അവർക്ക് ആത്മാവിനെ സ്വീകരിക്കുവാൻ കഴിയുകയില്ല. മറ്റൊരർത്ഥത്തിൽ പറയുമ്പോൾ, ഭാവപരിതമായ ജഡീക അവസ്ഥയിൽ കഴിയുന്നവർക്ക് ഈ ദൈവിക സ്വാധീനം സ്വയം നേടുവാൻ കഴിയുകയില്ല. അതിനാൽ തന്നെ ഇത് സത്യമാണ്. ലോകത്തിന് അവന് ലഭിപ്പാൻ കഴിയുകയുമില്ല. വീണ്ടും ജനിക്കാത്ത പാപികളുടെ ലോകം പരിശുദ്ധാത്മാവിനെ വെറുക്കുന്നു, കാരണം അവർ അവനെ കാണുന്നില്ല. അതെ, അവർ അവനെ കാണാത്തതിനാലാണ് പലരും പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യം എന്ന ആശയത്തെ പരിഹസിക്കുന്നതെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങൾ ലൗകികനായവനോട് പറയുന്നതായി ചിന്തിക്കൂ, എനിക്ക് ഉള്ളിൽ പരിശുദ്ധാത്മാവുണ്ട്. അവൻ പറയും, എനിക്ക് കാണാനാകുന്നില്ല. അവൻ ഈ സത്യത്തെ അദ്ദേഹത്തിൻ്റെ ഇന്ദ്രിയങ്ങൾ കൊണ്ട് മനസ്സിലാക്കാവുന്ന ഒരു വസ്തുവായിരിക്കണം എന്ന് ആഗ്രഹിക്കുന്നു. ഒരു ക്രിസ്ത്യാനിയും ഒരു അവിശ്വാസിയുമായ ഡോക്ടറുമായി നടന്ന ഒരു സംവാദം നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഡോക്ടർ പറഞ്ഞു, ആത്മാവ് എന്നൊന്നില്ല. നീ ഒരിക്കലെങ്കിലും ആത്മാവിനെ കണ്ടിട്ടുണ്ടോ? ഇല്ല എന്ന് പറഞ്ഞു ക്രൈസ്തവൻ. നീ ഒരിക്കലും ആത്മാവിൻ്റെ ശബ്ദം കേട്ടിട്ടുണ്ടോ? ഇല്ല. നീ ഒരിക്കലെങ്കിലും ആത്മാവിൻ്റെ മണം പിടിച്ചിട്ടുണ്ടോ? ഇല്ല. നീ ഒരിക്കലെങ്കിലും ആത്മാവിനെ രുചിച്ചിട്ടുണ്ടോ? ഇല്ല. നീ ഒരിക്കലെങ്കിലും ആത്മാവിനെ അനുഭവിച്ചിട്ടുണ്ടോ? ഉണ്ട്. എനിക്ക് എൻ്റെ ഉള്ളിൽ അത് ഞാൻ അനുഭവിക്കുന്നു. ശരി, ഡോക്ടർ പറഞ്ഞു, നിനക്ക് 5-ൽ 1 പക്ഷം. നീ പറഞ്ഞു, കണ്ടില്ല, കേട്ടില്ല, മണം പിടിക്കാനായില്ല, രുചിക്കാനായില്ല, വെറും ഒരു അനുഭവം മാത്രം. ക്രൈസ്തവൻ മറുപടി പറഞ്ഞു, ശരി. നീ ഒരിക്കലെങ്കിലും വേദന കണ്ടിട്ടുണ്ടോ? ഇല്ല. നീ ഒരിക്കലെങ്കിലും വേദനയുടെ ശബ്ദം കേട്ടിട്ടുണ്ടോ? ഇല്ല. നീ ഒരിക്കലെങ്കിലും വേദനയുടെ മണം പിടിച്ചിട്ടുണ്ടോ? ഇല്ല.
നീ ഒരിക്കലെങ്കിലും വേദന രുചിച്ചിട്ടുണ്ടോ? ഇല്ല. നീ ഒരിക്കലെങ്കിലും വേദന അനുഭവിച്ചിട്ടുണ്ടോ? ഉണ്ട്. അത് മാത്രം മതിയല്ലേ വേദന ഉണ്ടെന്ന് തെളിയിക്കുവാൻ? അതെ. ലൗകികനായ ഒരുവൻ പറയുന്നത് ഇതാണ്: പരിശുദ്ധാത്മാവില്ല, കാരണം അവൻ അതിനെ കാണുവാൻ കഴിയുന്നില്ല. എന്നാൽ ഞങ്ങൾ അതിനെ അനുഭവിക്കുന്നു. നിങ്ങൾ അതിനെ ഭ്രമമെന്ന് പറയുകയും ഞങ്ങൾ ഒരിക്കലും അതിനെ അനുഭവിച്ചിട്ടില്ലെന്ന് പറയുകയും ചെയ്യുന്നു. നിങ്ങൾ എന്നോട് തേന് കയ്പാണ് എന്ന് പറയുകയാണ് എന്നിരിക്കട്ടെ. ഞാൻ പറയും, അല്ല, നിങ്ങളത് രുചിച്ചിട്ടില്ലെന്ന് ഞാൻ ഉറപ്പിച്ചു പറയും. രുചിച്ചു നോക്കൂ. അതുപോലെ തന്നെ പരിശുദ്ധാത്മാവിൻ്റെ സ്വാധീനം നിങ്ങൾ ഒരിക്കൽ അനുഭവിച്ചിരുന്നുവെങ്കിൽ അതിനെ കാണാനാകില്ല എന്നതിനാൽ പരിശുദ്ധാത്മാവില്ല എന്ന് നിങ്ങൾ പറയുകയില്ലായിരുന്നു. പ്രകൃതിയിൽ പോലും നമ്മൾ കാണാൻ കഴിയാത്ത അനേകം കാര്യങ്ങളുണ്ടല്ലോ. നിങ്ങൾ ഒരിക്കലെങ്കിലും കാറ്റ് കണ്ടിട്ടുണ്ടോ? ഇല്ല. എന്നാൽ കൊടുങ്കാറ്റ് ആളുകളുടെ വാസസ്ഥലങ്ങൾ തകർന്നു പോകുന്നത് കാണുമ്പോഴും, അല്ലെങ്കിൽ വൈകുന്നേരം മന്ദമായുള്ള മൃദുക്കാറ്റ് പൂക്കളെ മുത്തമിടുമ്പോൾ മഞ്ഞുകണങ്ങൾ മുത്തുമണികൾ പോലെ റോസാപ്പൂവിൻ്റെ അരികിൽ ഇരുന്ന് അലങ്കരിക്കുമ്പോഴും നിങ്ങൾ കാറ്റുണ്ടെന്ന് അറിയുന്നില്ലേ? നിങ്ങൾ ഒരിക്കലെങ്കിലും വൈദ്യുതി കണ്ടിട്ടുണ്ടോ? ഇല്ല. പക്ഷേ അത് ആയിരക്കണക്കിന് മൈലുകൾ ദൂരെയുള്ള വയറിലൂടെ യാത്ര ചെയ്ത് നിങ്ങളുടെ സന്ദേശങ്ങൾ കൈമാറുന്നതായി നിങ്ങൾ അറിയുന്നില്ലേ? നിങ്ങൾ അതിനെ നേരിട്ട് കാണുവാനാകുന്നില്ലെങ്കിലും അതുണ്ടെന്ന കാര്യം നിങ്ങൾ അറിയുന്നില്ലേ? അതുപോലെ തന്നെ നമ്മുടെ ഉള്ളിൽ ഇച്ഛിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന പരിശുദ്ധാത്മാവുണ്ടെന്ന് നിങ്ങൾ വിശ്വസിക്കേണ്ടതാണ്, അത് നമ്മുടെ ബോധത്തിന് അതീതമായിരുന്നാലും. അവസാന കാരണമായി പരിശുദ്ധാത്മാവിൻ്റെ ഉപദേശത്തെ ലൗകിക മനുഷ്യർ പരിഹസിക്കുന്നത് അവർ അതിനെ അറിയാത്തത് കൊണ്ടാണ്. അവർ ഹൃദയസ്പർശിയായ അനുഭവത്തോടെ അതിനെ അറിയുമായിരുന്നുവെങ്കിൽ, അവർ അതിൻ്റെ പ്രവർത്തനത്തെ തിരിച്ചറിയുമായിരുന്നുവെങ്കിൽ, അവർ ഒരിക്കലെങ്കിലും അതിൻ്റെ സ്പർശനം അനുഭവിച്ചിട്ടുണ്ടായിരുന്നുവെങ്കിൽ, പാപത്തിൻ്റെ ബോധ്യത്താൽ അവർ ഒന്നടങ്ങിയിരുന്നുവെങ്കിൽ, അവരുടെ ഹൃദയങ്ങൾ ഒന്ന് ഉരുകിയിരുന്നുവെങ്കിൽ, അവർ ഒരിക്കലും പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യത്താൽ സംശയിക്കുകയില്ലായിരുന്നു. ഇപ്പോൾ പ്രിയരെ, ഈ വചനത്തിൽ പറയുന്നു, അവൻ നിങ്ങളോടുകൂടെ വസിക്കുകയും നിങ്ങളിൽ ഇരിക്കുകയും ചെയ്യുന്നതുകൊണ്ട്. ആ സുഖകരമായ ഓർമ്മയിൽ നമുക്ക് ഇത് അവസാനിപ്പിക്കാം. വിശ്വാസികളിൽ പരിശുദ്ധാത്മാവ് വസിക്കുന്നു, അവരോടൊപ്പം എന്നും ഉണ്ടാകും. ജീവനുള്ള വിശുദ്ധ ജനങ്ങൾക്കും പാപികളായ മനുഷ്യർക്കുമായി ഒരു ചെറിയ ഉപദേശം കൂടി നൽകി ഞാൻ നിർത്തും. പ്രിയ വിശുദ്ധന്മാരെ, ഇന്ന് രാവിലെ നിങ്ങൾ പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയാണെന്ന് കേട്ടു. അത് നിങ്ങളുടെ ആത്മാവിൽ തെളിയിക്കുകയും ചെയ്തു. അതിൽ നിന്ന് എന്താണ് മനസ്സിലാക്കേണ്ടത്? നിങ്ങൾ പരിശുദ്ധാത്മാവിനോടും പരിശുദ്ധാത്മാവിനായും എത്രയും വളരെ ആഗ്രഹത്തോടെ പ്രാർത്ഥിക്കണമെന്നതാണ്. ഇത് ഞാൻ മറ്റൊരു രീതിയിൽ പറയട്ടെ. നിങ്ങൾ നിങ്ങളുടെ പ്രാർത്ഥനകളെ പരിശുദ്ധാത്മാവിലേക്ക് ഉയർത്തണം. അവനോട് ഉറച്ച ആത്മാർത്ഥതയോടെ പ്രാർത്ഥിക്കണം. കാരണം നിങ്ങൾ ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും വളരെ അധികം ചെയ്യുവാൻ കഴിവുള്ളവനാണ് അവൻ. ഈ ജനക്കൂട്ടത്തെ നോക്കൂ. ഇവരെ എന്താണ് അവരെ പരിവർത്തനം ചെയ്യിക്കുന്നത്? ഈ വലിയ തിരക്ക് നോക്കൂ. എൻ്റെ സ്വാധീനം ഈ ജനസമൂഹത്തിലേക്ക് ആര് കൊണ്ടുവന്നു? നിങ്ങൾക്ക് അറിയാവുന്നതുപോലെ ഈ സ്ഥലത്തിന് ഇപ്പോൾ വലിയ സ്വാധീനമുണ്ട്. ദൈവം നമ്മെ അനുഗ്രഹിച്ചാൽ ഇത് ഈ നഗരത്തിൻ്റേത് മാത്രമല്ല, ഇംഗ്ലണ്ടിൻ്റെ മുഴുവൻ വലിയ സ്വാധീനമാകും. കാരണം ഞങ്ങളിപ്പോൾ പത്രപ്രചരണത്തിലൂടെയും പ്രസംഗത്തിലൂടെയും പ്രവർത്തിക്കുന്നു. ഈ വർഷം അവസാനിക്കുമ്പോഴേക്കും തീർച്ചയായും 2 ലക്ഷത്തിലധികം ഞാൻ എഴുതിയതോ പ്രസംഗിച്ചതോ ആയ പ്രസംഗങ്ങൾ ഈ ദേശമാകെ പ്രചരിക്കും. എങ്കിൽ ഈ സ്വാധീനം നന്മയ്ക്കായി എങ്ങനെ ഉപയോഗിക്കപ്പെടും? ദൈവത്തിൻ്റെ മഹത്വം ഇതിലൂടെ എങ്ങനെ ഉയർത്തപ്പെടും? പരിശുദ്ധാത്മാവിനായുള്ള നിരന്തരമായ പ്രാർത്ഥന മാത്രം. എപ്പോഴുമുള്ള പ്രാർത്ഥനയാൽ പരിശുദ്ധാത്മാവിൻ്റെ സ്വാധീനം ഞങ്ങളിൽ ഉണ്ടാകേണ്ടതുണ്ട്. അച്ചടിക്കപ്പെടുന്ന ഓരോ പേജിലും ഉച്ചരിക്കപ്പെടുന്ന ഓരോ വാക്കിലും അവൻ്റെ സാന്നിധ്യം വേണം. അതിനാൽ പരിശുദ്ധാത്മാവിനോട് നാം ഇരട്ടിയായ ആഗ്രഹത്തോടും ആത്മാർത്ഥതയോടും കൂടെ പ്രാർത്ഥിക്കണം. അവൻ ഞങ്ങളുടെ പ്രയത്നങ്ങളെ അംഗീകരിക്കുമാറാകട്ടെ. സഭ മുഴുവൻ ഉണർവിലേക്ക് വരട്ടെ. നമുക്ക് മാത്രമല്ല, ലോകം മുഴുവൻ ഇതിൻ്റെ അനുഭവം ലഭിക്കട്ടെ. അവസാനമായി അഭക്തരായവരോട് ഞങ്ങൾക്കൊരു വാക്ക് പറയുവാനുണ്ട്. പരിശുദ്ധാത്മാവിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ എത്രമാത്രം ജാഗ്രത പാലിക്കണമെന്ന് മനസ്സിലാക്കുക. ക്ഷമിക്കപ്പെടാത്ത പാപം എന്താണെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. ആർക്കെങ്കിലും അത് എന്താണെന്ന് മനസ്സിലാക്കില്ലെന്നും ഞാൻ കരുതുന്നു. എന്നാൽ അത് ഇതുപോലെയിരിക്കും. പരിശുദ്ധാത്മാവിനെതിരെ ഒരു വാക്കെങ്കിലും സംസാരിക്കുന്നവന് അതൊരിക്കലും ക്ഷമിക്കപ്പെടുകയില്ല. അതിൻ്റെ അർത്ഥം എന്താണെന്ന് എനിക്ക് അറിയുകയില്ല. എന്നാൽ സൂക്ഷിക്കണം, അവിടെ അപകടമുണ്ട്. അവിടെ ഒരു കുഴിയുണ്ട്. അതിൻ്റെ മേൽ നമ്മുടെ അജ്ഞാനം എന്ന മണൽ കൊണ്ട് മൂടിയിരിക്കുന്നു. സൂക്ഷിക്കണം, നിങ്ങൾ അടുത്ത് തന്നെ അതിൽ വീണു പോകാം. ഇന്ന് നിങ്ങളുടെ മനസ്സിൽ ഏതെങ്കിലും വിഷാദമുണ്ടെങ്കിൽ നിങ്ങൾ അതിനെ മറക്കാനായി മദ്യം കഴിക്കുവാൻ പോകുമായിരിക്കും. നിങ്ങളുടെ ഉള്ളിൽ സംസാരിക്കുന്ന ആ ശബ്ദം നിങ്ങൾ അവഗണിക്കുമോ?
നിങ്ങൾ പരിശുദ്ധാത്മാവിൻ്റെ വാക്കുകളെ ധിക്കരിക്കുന്നത് ക്ഷമിക്കപ്പെടാത്ത പാപമാണ് എന്ന് ഞാൻ പറയില്ല. പക്ഷേ അത് അവിടെ എവിടെയോ ഉണ്ട്. വളരെ സൂക്ഷിക്കുക. ഭൂമിയിലെ യാതൊരു പാപവും പരിശുദ്ധാത്മാവിനെതിരെയുള്ള കുറ്റത്തേക്കാൾ കടുപ്പമുള്ളതല്ല. നിങ്ങൾക്ക് പിതാവിനെ ദുഷിക്കാം, എന്നാൽ നിങ്ങൾ മാനസാന്തരപ്പെട്ടില്ലെങ്കിൽ അതിൻ്റെ ദണ്ഡനം അനുഭവിക്കേണ്ടി വരും. നിങ്ങൾക്ക് പുത്രനെ ദുഷിക്കാം, നരകം നിങ്ങൾക്ക് അവകാശമാകും നിങ്ങൾ ക്ഷമിക്കപ്പെട്ടില്ലെങ്കിൽ. എന്നാൽ നിങ്ങൾ പരിശുദ്ധാത്മാവിനെ ദുഷിക്കുകയാണെങ്കിൽ കർത്താവ് പറയുന്നു, ഇഹലോകത്തും പരലോകത്തും അവന് ക്ഷമയില്ല. അതെന്താണെന്ന് എനിക്ക് പറയുവാൻ കഴിയുകയില്ല. എനിക്കത് മനസ്സിലാക്കാനായി എന്ന് ഞാൻ കണക്കാക്കുന്നില്ല. പക്ഷേ അത് അവിടെയുണ്ട്. അതൊരു അപകട ചിഹ്നം തന്നെയാണ്. നിർത്തൂ മനുഷ്യ, നിർത്തൂ. നീ പരിശുദ്ധാത്മാവിനെ ദുഷിച്ചിട്ടുണ്ടെങ്കിൽ, അവൻ്റെ വെളിപ്പെടുത്തലുകളെ പരിഹസിച്ചിട്ടുണ്ടെങ്കിൽ, ക്രിസ്ത്യാനികൾ ദൈവത്തിൻ്റെ സ്വാധീനം എന്ന് വിളിക്കുന്നതിനെ എതിർത്തിട്ടുണ്ടെങ്കിൽ, ഞാൻ നിന്നോട് അപേക്ഷിക്കുന്നു, നിർത്തുക. ഇന്ന് രാവിലെ ഈ കാര്യങ്ങളെക്കുറിച്ച് ഗൗരവമായി ആലോചിക്കൂ. നിങ്ങളിൽ ചിലർ വാസ്തവത്തിൽ ക്ഷമിക്കപ്പെടാത്ത പാപം ചെയ്തിട്ടുണ്ടാകാം. നിൽക്ക, ഭയം നിന്നെ നിർത്തട്ടെ. ഇരിക്കുക, നീ ഇതുവരെ ചെയ്തതുപോലെ അതിവേഗം അതിലേക്ക് പിന്നെയും പോകരുത്. യേഹുവേ, ഓ കുതിരയെ മെതുവാ ഓടിക്കുക. നീ പാപത്തിൽ അത്യന്തം ദുഷിച്ചവനല്ലോ. നീ തൃത്വത്തിനെതിരെ കഠിന വാക്കുകൾ ഉച്ചരിച്ചവനല്ലോ. നിൽക്കുക. ഓ, ഇത് നമ്മളെയൊക്കെ നിൽക്കുമാറാക്കുന്നു. നമ്മളൊക്കെ ഒന്ന് തിരിഞ്ഞു നോക്കി ചോദിക്കുന്നു, ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ലായിരിക്കാം. നാം ഈ കാര്യങ്ങളെക്കുറിച്ച് ആലോചിക്കണം. ദൈവമായ പരിശുദ്ധാത്മാവിനെ വാക്കുകളിലൂടെയോ പ്രവൃത്തികളിലൂടെയോ ഒരു സമയത്തും നാം അവമതിക്കാതിരിക്കട്ടെ. ആമേൻ.